അത്ര വലിയ താത്വികാചാരനാണ് ഗോവിന്ദ മാഷ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങേര് ധരിക്കുന്നതിന് ധരിച്ചോട്ടെ. പാർട്ടി ക്ലാസ്സുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, സംസാരത്തിലൊക്കെ ഒരു താത്വികമായ ലൈനുണ്ടല്ലോ. അത് അങ്ങനെ മാത്രമല്ലല്ലോ. ഞാൻ എത്ര ക്ലാസ് എടുക്കും? ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ EMS ഉള്ളപ്പോൾ AK സെൻറ്ററിൽ ആദ്യം ആരംഭിച്ച പാർട്ടി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് മുതൽ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഗോവിന്ദ മാഷ് മാത്രമൊന്നല്ല. അല്ല, ഗോവിന്ദ മാഷ് വലിയൊരു താത്വികാചാരനും ഒന്നും മറ്റെല്ലാവരും അങ്ങല്ല. ഞങ്ങളെല്ലാം ഒരുപാട് ക്ലാസ് എടുത്തവരാണ്. ഒരുപാട് അവ്യക്ത കാസർഗോഡ് ഇല്ലുണ്ടായപ്പോൾ കാസർഗോഡിൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തും പല പ്രദേശത്തും പോയി ക്ലാസ് എടുത്ത ആളാണ്. പലരും ക്ലാസ് എടുത്തിട്ടുള്ള അവരുടെ ക്ലാസിന്റെ ശൈലിയോട് MV ഗോവിന്ദൻ മാഷിന്റെ അദ്ദേഹത്തിൻ്റെ അത്ര വലിയ താത്വികാചാരനാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞ അതേ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് തന്നെ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. വന്നുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ ഒരേ ശൈലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു വലിയ താത്വികാചാരൻ്റെ ഇതാണെന്നൊന്നും എനിക്കായി പറയാം. ഞാൻ അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്. പൊതുയോഗ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നോട് വിരോധത്തിൻ്റെ കാര്യം അതുമായിരിക്കും. ഞാൻ പറഞ്ഞു, പൊതുയോഗത്തിൽ പോയി പ്രത്യയശാസ്ത്രം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് വേണ്ടത് അതാത് കാലത്തുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കലാണ് വേണ്ടത്. പാർട്ടിയിൽ ജനങ്ങൾ അതിനനുസരിച്ചിട്ട് ഇതിലുള്ള പ്രസംഗമാണ് വേണ്ടത്. അതുപോലെ അത് ലളിതമായ ഭാഷയിലുമായിരിക്കണം. AKG ഒക്കെ എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഷയിൽ AKG സംസാരിക്കുക, അതായിരിക്കണം രീതി എന്ന് പറഞ്ഞപ്പോൾ അത് മാഷ് അംഗീകരിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, അതല്ല ഞാൻ എൻ്റെ രീതി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രീതി അങ്ങനെ, ഞാൻ അതല്ല, ഞാൻ ശക്തിയായിട്ട് അദ്ദേഹം